നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡോജിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഹാരിയായിട്ട് ഷെയർ ചെയ്യും. സോനിയനും കുട്ടി ആ ഐലൻഡിലേക്ക് പോയത് ഞാനാണ്, പക്ഷെ അവനൊരു അപകടം സംഭവിച്ചപ്പോൾ രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ലൈഫിൽ ഞാൻ ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനതൊക്കെ മറന്നതുപോലെ എനിക്ക് തോന്നി. ഈ സംഭവങ്ങളൊക്കെ വീണ്ടും എന്നെ അത് ഓർമ്മിപ്പിച്ചു. എനിക്കൊരിക്കലും സന്തോഷിക്കാനുള്ള അർഹതയില്ല എന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല. അത് ഇയാളുടെ കുറ്റമല്ലെന്ന് അറിയാലോ, പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഗിൽറ്റും പേറി ജീവിക്കുന്നതെന്ന് ഹാരി അവനോട് ചോദിക്കും. ഡോജിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കാണ്. ആരോ ഗവൺമെന്റ് ഓഫീസിൽ ചെന്നിട്ട് അവനെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അത് ആരായിരിക്കാം എന്ന് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോങ്ചൂൾ അങ്ങോട്ടേക്ക് വരും. അവർക്കെല്ലാം ബോങ്ചൂളിനെയാണ് സംശയം. അതിന്റെ പേരിൽ അവിടെ വാക്ക് തർക്കം ഉണ്ടാവുകയും ചെയ്യും. ആദ്യത്തെ പ്രാവശ്യം ഡോജിയാണ് ബോങ്ചൂളിനെ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്കിത് പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ല എന്ന് ചിയോൺ പറയുന്നത് ബോങ്ചൂൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വരുന്നതാണ് ഡോജിക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവനോടില്ല, ചിയോൺ മാത്രമേ ഉള്ളൂ. ബോങ്ചൂളിന് ചെറുതായിട്ട് പേടിയുണ്ട്. ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കും. എനിക്ക് ചെയ്ത് പരിചയമില്ലെന്ന് അറിയാലോ എന്ന് ചിയോൺ അങ്ങോട്ടേക്ക് പറഞ്ഞ് അവനെ പേടിപ്പിക്കും. കുറച്ച് ഭാഷ തീർക്കുന്നതുകൊണ്ടാണ് ചിയോൺ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അത് നേരെയാക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റും. മരുന്ന് വാങ്ങാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണല്ലേ എന്ന് ബോങ്ചൂൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമല്ലോ എന്ന് ഹെഡ് നേഴ്സ് അവനോട് ചോദിക്കും. ഗവർണറുടെ ഓഫീസിൽ ഡോജിയുടെ കണ്ടീഷൻ അറിയിച്ചത് ഹായങ് ആണ്. അവൾ അത് വന്ന് ഹാരിയുടെ അടുത്ത് പറയും. ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ദിവസവും അവന് സ്ട്രഗിൾ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഒരു പെയിൻ മറക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് ഹായങ് ഹാരിയുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഐലൻഡിൽ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവന്റെ പെയിൻ കുറയുന്ന ഉറപ്പാണോ എന്ന് ചോദിക്കും. അത് ഉറപ്പാണെന്നാണ് ഹായങ് അവളോട് പറയുന്നത്. ജങ്സൂൺ എന്ന ലീവാണ്, അത് ഡോക്ടറെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നോ എന്ന് ഹെഡ് നഴ്സ് ചോദിക്കുമ്പോൾ അവനത് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. ജങ്സൂൺ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ടാണ് പോകുന്നത്. അവൾ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ചെയ്യും. എന്നിട്ട് മോർണിംഗ് സിക്നസിനൊക്കെയുള്ള മരുന്ന് വാങ്ങിയാണ് തിരിച്ചു വരുന്നത്. സെക്കൻഡ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച വിവരം യങ് ജങ്സൂണിനെ അറിയിക്കും. അത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിലും എതിർത്തൊന്നും പറയത്തില്ല. ഇയാളുടെ ലൈഫിന് അതാണ് നല്ലതെന്ന് മാത്രം പറയും. ഹെഡ് നഴ്സ് നടന്നു വരുമ്പോൾ വഴിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അത് കാണാതെ തട്ടി വീണിട്ട് മുറിവ് പറ്റും. അത് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത് ജങ്സൂൺ ആണ്. അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് ഹെഡ് നഴ്സിന് മനസ്സിലാവും. എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളത് ഷെയർ ചെയ്യുന്നില്ല. നിനക്ക് എപ്പോഴെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഹെഡ് നഴ്സ് അവളെ ഓർമ്മിപ്പിക്കും. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനാണെന്നുള്ള രീതിക്ക് ഹാരി ഡോജിയെ താഴേക്ക് വിളിക്കും. ഇയാളെ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ സെൽഫിഷ്നെസ്സിന് ഞാൻ ഇയാളെ ഇവിടെ പിടിച്ചു വെക്കത്തില്ല. ഇയാൾക്ക് ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ മെയിൻലാൻഡിലേക്ക് പൊക്കോളൂ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാലോ എന്നുള്ള രീതിക്ക് അവൾ സംസാരിക്കും. അന്നേരം അങ്ങോട്ടേക്ക് ഹെഡ് നേഴ്സ് വരും. അവരുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന സാധനം കാണാൻ പറ്റുന്നില്ല എന്ന് ഡോജി ശ്രദ്ധിക്കും. നോക്കുന്നുണ്ടെ അവർക്ക് കണ്ണിന് പ്രശ്നമുണ്ട്. എത്രയും പെട്ടെന്ന് മെയിൻലാൻഡിൽ പോയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് സർജറി ചെയ്യണം എന്ന് അവൻ പറയുന്നുണ്ട്. അത് പറ്റത്തില്ല, എനിക്ക് 3 മാസം കൂടി എങ്ങനെയെങ്കിലും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, എങ്കിലേ എനിക്ക് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ മോൻ പഠിക്കാൻ മിടുക്കനാണ്, അവന് US പോകണം എന്നാണ് ആഗ്രഹം. ഞാൻ അതിനു മുമ്പ് എൻ്റെ രോഗം ചികിത്സിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും. പിന്നെ ഞാൻ എൻ്റെ കുട്ടിയെ എങ്ങനെയാണ് പുറത്ത് വിട്ട് പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ കാര്യം പിന്നീട് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അന്നേരം കൺവീനിയൻസ് സ്റ്റോറിലെ ലേഡി ഡോജിയെ അങ്ങോട്ടേക്ക് വിളിക്കും. നേരത്തെ വയറുവേദനയാണെന്ന് പറഞ്ഞ് മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ട ആളായിരുന്നു. നോക്കുമ്പോൾ അയാൾക്ക് ശരിക്കും അപ്പൻഡിസൈറ്റിസ് ആണ്. പക്ഷെ അവിടെ ഹെലികോപ്റ്റർ ഒന്നും വരാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, അയാളെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നറിയത്തില്ല. അങ്ങനെ ആ ലേഡി പാർക്കിനെയാണ് വിളിക്കുന്നത്. വില്ലേജ് ചീഫ് ബോട്ടൊക്കെ റെഡിയാക്കി കൊണ്ടുവരും. ഡോജി അയാളുടെ കൂടെ പോകാൻ തുടങ്ങുമ്പോൾ ഹായങ് എതിർക്കും. നീ സസ്പെൻഷനിലാണ്, അയാൾക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിന്റെ പ്രൊഫഷനെ അത് ബാധിക്കുമെന്ന് പറയുമ്പോൾ അയാൾ പിന്നെ മരിക്കുന്നത് ഞാൻ നോക്കി നിൽക്കണോ? ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഹായങ് പറയുന്നത് കേൾക്കാതെ അയാളുടെ കൂടെ പോകും. അങ്ങനെ മെയിൻ ഹോസ്പിറ്റലിൽ ചെന്ന് അയാളെ അഡ്മിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ശരിക്കും അയാൾക്ക് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് അവര് മനസ്സിലാക്കും. കഴിഞ്ഞ പ്രാവശ്യം എന്തോ പ്രശ്നം കാരണം അവർക്കത് മനസ്സിലാകാതെ പോയതാണ്. ഡോജിയുടെ കുറ്റമല്ല, ശരിക്കും അവർക്കാണ് തെറ്റ് പറ്റിയതെന്ന് ഹാരി വന്ന് അവനോട് പറയും. അത് കേൾക്കുമ്പോൾ അവർക്കെല്ലാം സന്തോഷം തോന്നും. ഡോജിയുടെ സസ്പെൻഷന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം വില്ലേജ് ചീഫിന് ഉണ്ടായിരുന്നു. ഡോജി അവിടുന്ന് ദേഷ്യത്തിൽ ഗവർണറിനെ കാണാനാണ് ചെല്ലുന്നത്. ആ രോഗിയെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡയഗ്നോസ് ചെയ്തത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ പൈലറ്റ് മരിച്ചത് ഒരിക്കലും എൻ്റെ കുറ്റമല്ല, ഹെലിപാഡ് കൺസ്ട്രക്ഷനിലെ അഴിമതിയുടെ കാരണം കൊണ്ടാണ് അയാൾക്കത് സംഭവിച്ചത്. എത്രയും പെട്ടെന്ന് പൈലറ്റിന്റെ ഫാമിലിയെ വിളിച്ച് നിങ്ങൾ അപ്പോളജൈസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ അഴിമതിയുടെ വിവരങ്ങൾ മുഴുവൻ ഞാൻ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറയും. ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഐലൻഡിലെ ആളുകൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കും. നിങ്ങൾ ഈ സിസ്റ്റം ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് വലുതായിരിക്കും.
നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ സസ്പെൻഷനും പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡോജി അവിടുന്ന് പോകുന്നത്. മിസ്റ്റോയി അവന്റെ കൂടെ ചെല്ലും. ഗവർണർ എങ്ങനെയുള്ള ഒരാളാണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തിനാണ് ഗവർണറിനെ പ്രകോപിപ്പിക്കുന്നത്? അയാൾ എങ്ങനെയാണ് ഇതിന് പ്രതികാരം വീട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല. എവിടുന്നാണ് നിനക്ക് ഇങ്ങനെ ധൈര്യം കിട്ടിയതെന്ന് മിസ്റ്റോയി ചോദിക്കുമ്പോൾ, ഞാൻ ഒരു ഡോക്ടറാണ്. ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. ഐലൻഡിലെ ആളുകളെ സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ല എന്നടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ എന്തായാലും ഗവർണർക്ക് ഡോജിയുടെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വരും. ആ സന്തോഷം പങ്കിടാനായിട്ട് അവരെല്ലാവരും റെസ്റ്റോറന്റിൽ ഒത്തുകൂടും. അന്നേരം ജെങ്സൂണ് വയ്യാതെ വന്നിട്ട് അവൾ പുറത്തേക്ക് പോകും. അവളുടെ ബാഗിൽ മോർണിംഗ് സിക്നസിന്റെ മരുന്നുകളൊക്കെ ഇരിക്കുന്നത് ഡോക്ടർ യങ് കാണും. അന്നേരമാണ് അവന് സംഭവം എന്താണെന്ന് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഗവർണറുടെ അടുത്ത് പോയി അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ധൈര്യം കിട്ടിയതെന്ന് ഹെഡ് നഴ്സ് ഡോജിയുടെ ചോദിക്കും. ഇവിടെ എല്ലാവരും എന്തൊക്കെ സംഭവിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയായിരുന്നു. ആളുകളുടെ ആരോഗ്യത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പോയി സംസാരിച്ചതെന്ന് അവൻ പറയും. നമ്മുടെ ആരോഗ്യം നോക്കിയാൽ മാത്രമേ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ അന്നേരം തന്നെ ഹസ്ബൻഡിനെ വിളിച്ച്, എനിക്ക് വയ്യ, അടുത്ത ദിവസം മെയിൻലാൻഡിലെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ്, നിങ്ങളും കൂടി കൂടെ വരണം എന്ന് പറയും. ഹായും തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അന്ന് നിന്നോട് ബ്രേക്കപ്പ് ആവണമെന്ന് പറഞ്ഞത് ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുന്ന രീതിക്കല്ല. നമ്മൾ പരസ്പരം ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നും സോനുവിനെ ഓർക്കും. അവസാനം അത് റിസെന്റ്മെന്റിൽ കലാശിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു തീരുമാനം തെറ്റായി പോയി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഒരു പക്ഷേ നമ്മളുടെ റിലേഷൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു എന്ന് ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് ഹായൻ പറയുമ്പോൾ, നിന്റെ മാത്രം കുറ്റമല്ല, ഞാനും ആ ഒരു വേദനയിൽ നിന്ന് ഒളിച്ചോടാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ അവകാശമുണ്ട്, അർഹതയുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇനിയെങ്കിലും സന്തോഷം കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവൻ ഹായനെ ആശ്വസിപ്പിക്കും. ഡോക്ടറെ യങ് അന്ന് ജെങ്സൂണിനെ കാണാനായിട്ട് വരും. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറയാനാണെന്ന് അവൾ തിരിച്ചു ചോദിക്കും. ഇയാള് പ്രഗ്നന്റ് ആണെന്ന് എനിക്കറിയാം. അന്ന് എന്നോട് പറയാതെ ലീവ് എടുത്ത് പോയത് ഹോസ്പിറ്റലിലേക്കാണോ? എന്തുകൊണ്ടാണ് ഇത് എന്നോട് ഷെയർ ചെയ്യാതിരുന്നത്? ഞാനിപ്പോൾ വന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്നോട് ഒരിക്കലും പറയത്തില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളുടെ രണ്ടുപേരുടെയും ലോകം വ്യത്യസ്തമാണ്. ഇയാള് അടുത്ത ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇയാളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ഞാൻ ഇവിടെ തന്നെയാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് വേണമെന്ന് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തോളാം. അതുകൊണ്ടാണ് ഇയാളോട് പറയാഞ്ഞത്. എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾക്ക് ഇയാളുടെ ഭാവി നോക്കി പോകാമെന്ന് അവള് ഡോക്ടർ യങ്ങിന്റെ അടുത്ത് പറയും. പിറ്റേ ദിവസം സോനുവിന്റെ മെമ്മോറിയൽ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്റെ കൂടെ വരാമോ ഒരു ധൈര്യത്തിനെന്ന് ഡോജി ഹാരിയടുത്ത് ചോദിക്കും. അവൾ കൂടെ ചെല്ലും. അവൻ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. സോനുവിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്ത് അവൻ കരയുന്നത് ഹാരി നോക്കി നിൽക്കും. ഹാരി കൊടുത്ത ധൈര്യം കാരണമാണ് അത് ചെയ്യാൻ പറ്റിയതെന്ന് ഡോജി ഹാരിയടുത്ത് പറയും. പിറ്റേ ദിവസം ഓഡിറ്റ് ടീമിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം സീൽ ചെയ്യും. എന്നിട്ട് ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം സസ്പെൻഡ് ചെയ്തേക്കുകയാണെന്ന് അവരെയൊക്കെ അറിയിക്കും. ഇത് ഗവർണറുടെ പ്രതികാര നടപടിയായിരുന്നു. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമില്ലാതെ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. എന്നെ ഭീഷണിപ്പെടുത്തിയതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നീ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ഗവർണർ ഡോജി എടുത്ത് പറയും. അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഡോക്ടർ യങ്ങിന് ജെങ്സൂണിന്റെ കോള് വരും. അവൾക്ക് തീരെ വയ്യാന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അന്നേരം തന്നെ അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അവളുടെ പൾസൊക്കെ ലോ ആണെന്ന് അവന് മനസ്സിലാവും. നന്നായിട്ട് പനിക്കുന്നുണ്ട്. മെഡിക്കൽ ബോട്ട് വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കിനും, വേണ്ട, അങ്ങനെയാണെങ്കിൽ ആളുകൾ മുഴുവൻ ഇതറിയും, അതിനെക്കാട്ടിലും ഭേദം മരിക്കുന്നതാണ്, രാവിലത്തെ ഫെറിക്ക് വരെ വെയിറ്റ് ചെയ്യണമെന്ന് അവള് യങ്ങിന്റെ അടുത്ത് ആവശ്യപ്പെടും. അവന് സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല. രാവിലെ നടക്കാൻ ഇറങ്ങുന്ന ജിയോണും ഡോജിയും കുടിച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ പോകാൻ തുടങ്ങുന്ന ബോങ്ജൂളിനെയാണ് കാണുന്നത്. ഹെലിപ്പാഡ് നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അവന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഗവർണർ കൈയൊഴിയും. ആ ദേഷ്യത്തിൽ അയാളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവൻ സ്പീഡിൽ ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും തടയാനായിട്ട് നോക്കും. പക്ഷെ അന്നേരത്തേക്ക് അവൻ ബൈക്ക് വിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാറിൽ നിന്ന് ഇടിച്ച് ആക്സിഡന്റ് ആവും. അവർ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടെല്ലാം സീസ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അവർക്ക് മരുന്നൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും സാധനം എടുക്കുകയാണെങ്കിൽ അവർ മോഷ്ടിച്ചു എന്നുള്ള രീതിയാവും, അത് കേസാവും. എന്ത് ചെയ്യണം അറിയാതെ അവർ നോക്കി നിൽക്കുമ്പോൾ ഹാരി അങ്ങോട്ടേക്ക് ചെന്ന് അതെല്ലാം തല്ലിപ്പൊട്ടിച്ച് ആവശ്യമുള്ള മരുന്നുകളെല്ലാം എടുത്തു കൊടുക്കും. എന്തെങ്കിലും കുറ്റം വരികയാണെങ്കിൽ ഞാൻ ഏറ്റോളാം ഹാരി പറയും. അങ്ങനെ അവരെല്ലാം കൂടി ബോങ്ചോളിനെ ട്രീറ്റ് ചെയ്യും. അയാൾക്ക് വേണ്ടിയിട്ട് അവർ അത്രയും റിസ്ക് എടുത്തത് അയാൾക്ക് ടച്ചിങ് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല, നിങ്ങളോട് ഞാൻ ഒരുപാട് ക്രൂരതയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ, ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണെന്നാണ് അവർ മറുപടി കൊടുക്കുന്നത്. ജെങ്സോണിന് ബോധം വരുമ്പോൾ അവൾ മെയിൻലാൻഡിലെ ഹോസ്പിറ്റലിലാണ്. എന്താണ് പറ്റിയതെന്ന് അവൾ ചോദിക്കും. ആദ്യത്തെ ഫെറിക്ക് തന്നെ യങ് അവളെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. പകുതിക്ക് വെച്ച് ബോധം പോകും. ഇവിടെ വന്ന് ഡോക്ടേഴ്സ് നോക്കുമ്പോൾ റിസ്കി പ്രഗ്നൻസി ആണെന്ന് മനസ്സിലാക്കിയിട്ട് അബോർട്ട് ചെയ്യും. അത് കേൾക്കുന്നുണ്ട് അവൾ പറയുന്നത്, ഞാനിത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഞാനായിട്ട് എടുത്തു എന്നുള്ള കുറ്റബോധം എനിക്കിനിയും വേണ്ടല്ലോ. ഇയാൾക്കും
സന്തോഷമായിട്ട് ഇയാളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് അവൾ പറയും. ശരിയാണ്, എനിക്ക് ഇതാദ്യം കേട്ടപ്പോൾ പേടി തോന്നി. കാരണം എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ഇയാളെപ്പോഴും ഇങ്ങനെ ഹാർഷായിട്ട് എന്നോട് പെരുമാറരുത്. ഇപ്പോൾ ഇയാളുടെ ഹെൽത്തിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും വിഷമം വരുമെന്ന് ചിന്തിക്കണമെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൻ എത്ര സിൻസിയർ ആണെന്ന് ജംഗ്സൂണിന് മനസ്സിലാവും. അങ്ങനെ അത് പോലീസ് കേസ് ആവും. ഞങ്ങൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കിയെന്ന് അവർ ആർഗ്യൂ ചെയ്യും. പക്ഷെ പോലീസുകാരനും നിസ്സഹായനാണ്. അവരാരും കുറ്റക്കാരല്ല, ഞാനാണ് അത് ചെയ്തതെന്ന് ഹാരി പറയുമ്പോൾ ഇവരാരുമല്ല, ഞാനാണ് ചെയ്തതെന്ന് ഹെഡ് നോട്ട്സ് പറയും. അന്നേരം മിസ്റ്റോയ് അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരും. ഹെൽപാഡ് കൺസ്ട്രക്ഷന്റെ പ്രശ്നങ്ങൾ മുഴുവൻ ബോങ്ചോളിന്റെ തലയിലിട്ടു ഗവർണർ എന്ന് അവർ പറയുന്നത് തന്നെയാണ് ഇവരെല്ലാം അറിയുന്നത്. ഗവർണർ എങ്ങനെയായാലും രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അയാളോട് ഏറ്റുമുട്ടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇലക്ഷൻ വരികയാണ്, അതിന്റെ ക്യാമ്പയിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് മിസ്റ്റോയ് അവരോട് ചോദിക്കുമ്പോൾ പറ്റത്തില്ല എന്ന് ഡോജി പറയും. അതിന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു 10-year പ്ലാൻ എന്നുള്ള രീതിക്ക് ഗവർണറിനെ കൊണ്ട് ഐലൻഡിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യിക്കാം. ആദ്യം അയാളെ വിസമ്മതിക്കുമെങ്കിലും ഇലക്ഷൻ ആയതുകൊണ്ട് അയാൾക്ക് എന്തായാലും ആ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് ഒപ്പിട്ടാലേ പറ്റത്തുള്ളൂ. അത് ഞാൻ ഗ്യാരണ്ടി തരാമെന്ന് മിസ്റ്റോയ് പറയുന്നുണ്ടെങ്കിലും ഡോജി സമ്മതിക്കത്തില്ല. ഗവർണറുടെ ഈഗോ കാരണമാണ് അയാൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇപ്പോൾ നീയും ഈഗോ കാരണമാണ് ഇതിനെ സമ്മതിക്കാത്തത്. അത് പോട്ടേന്ന് വെക്കുകയാണെങ്കിൽ ആ ഐലൻഡിലെ ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കും. മിസ്റ്റോയ് പറഞ്ഞതുകൂട്ട് ചെയ്യുമെന്ന് നിനക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് ചിയോൺ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡോജിയെ നിർബന്ധിക്കും. തിരിച്ചു ചെല്ലുമ്പോൾ ചിയോണിന്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നരുത്. ചിയോൺ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം ഞാനാണ്. ഒരു ഐ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്തു. എന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്, എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ഈ ജോലി ഇല്ലെങ്കിൽ സർജറിയുടെ ചിലവൊക്കെ ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ ഞാൻ ചിയോണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അവൻ അങ്ങനെ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റബോധത്തോടെ ഡോജി എടുത്ത് അവരെ അപ്പോളജൈസ് ചെയ്യും. ബോങ്ചോള് പിറ്റേ ദിവസം ഹെൽത്ത് സെന്ററിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യും. ഡോജി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇയാൾ തിരിഞ്ഞു നടക്കാനായിട്ട് തുടങ്ങും. കയ്യിലെ പ്ലാസ്റ്റർ ഒക്കെ കാണുമ്പോൾ നല്ലതുപോലെ ഒടിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് ഡോജിക്ക് മനസ്സിലാവും. അതിനെപ്പറ്റിയൊക്കെ ബോങ്ചോളിന്റെ അടുത്ത് ചോദിക്കും. അവരുടെ എല്ലാവരുടെയും ആ ഒരു കൈൻഡ്നെസ് ബോങ്ചോളിനെ അഫക്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരോട് അങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്നോട് വേറെ ഒന്നും പറയാനില്ല എന്ന് ചോദിക്കുമ്പോൾ മുറിവിന്റെ ഡ്രസ്സിങ് എല്ലാ ദിവസവും മാറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആകുമെന്നാണ് ഡോജി പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അയാൾക്ക് എന്ത് തിരിച്ചു പറയണമെന്ന് അറിയത്തില്ല. അയാൾ രഹസ്യമായിട്ട് എന്തോ ഡോജിയുടെ കയ്യിൽ കൊടുക്കും. പിറ്റേ ദിവസം ഐലൻഡിലേക്ക് ഇലക്ഷൻ ക്യാമ്പയിന് ഗവർണർ വരും. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, ഹെൽത്ത് സെന്ററിൽ നിന്നും ആളുകളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സംസാരിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പ്രസംഗിക്കാൻ വരുന്നത് ഡോജിയാണ്. അവൻ ഗവർണറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഓഡിയോ റെക്കോർഡിംഗ് എല്ലാവർക്കുമായിട്ട് പ്ലേ ചെയ്യും. ഗവർണറുടെ അഴിമതിയുടെ തെളിവുകൾ മുഴുവൻ ബോങ്ചൂള് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പെൻഡ്രൈവിലാക്കി കാണാൻ ചെന്ന ദിവസം അവൻ ഡോജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്കെതിരെയുള്ള തെളിവുകൾ കുറെയൊക്കെ അവർ പ്രിന്റ് എടുത്ത് അവിടെ ഇരുന്ന റിപ്പോർട്ടേഴ്സിനൊക്കെ കൊടുക്കും. അങ്ങനെ അവിടെ ആകെ ബഹളമാവും. സൈക്കാട്രിക് മെഡിക്കേഷൻ ഒക്കെ എടുക്കുന്ന ഒരാളാണ് എനിക്കെതിരെ ഇതൊക്കെ പറയുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ ഗവർണർ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവിടെ ഉന്തും തള്ളുമാവും. ഗവർണർ ബഹളത്തിനിടയ്ക്ക് താഴെ വീഴും. അയാളുടെ കാലിന് പരിക്ക് പറ്റും. കാലിൽ ഫ്രാക്ചർ ആണെന്ന് ഡോജി നോക്കിയിട്ട് പറയും. മെയിൻലാൻഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹെലികോപ്റ്റർ വരണം, അതിവിടെ ഇല്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഹെൽത്ത് സെന്റർ ആക്ടിവിറ്റീസ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആരെയും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല എന്ന് ഡോജി അർത്ഥം വെച്ച് തന്നെ പറയും. അയാളുടെ തെറ്റ് ഗവർണർക്ക് മനസ്സിലാവും. എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഹെൽത്ത് സെന്റർ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങാനുള്ള ഉത്തരവ് അയാൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവരെ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി ഗവർണറുടെ കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് തിരിച്ചു കൊണ്ടുപോകും. മിസ്റ്റോയി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗവർണറുടെ ഓഫീസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ പിന്നെ ഞാനും ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. നീയാണ് എന്നെ വീണ്ടും അത് ഓർമ്മിപ്പിച്ചത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഗവർണർക്കെതിരെയുള്ള തെളിവുകളൊക്കെ പുറത്തു വരും. മിസ്റ്റോയ് ഒരു വിറ്റ്നസ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളൊന്നുമില്ല. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്യും. ഈ ന്യൂസ് ടിവിയിൽ കണ്ട് ഹെൽത്ത് സെന്ററിൽ എല്ലാവരും സന്തോഷിക്കും. വർഷങ്ങളായി അവർ ചോദിച്ചുകൊണ്ടിരുന്നിട്ടും കിട്ടാതിരുന്ന എല്ലാ സാധനങ്ങളും ഹെൽത്ത് സെന്ററിലേക്ക് എത്തും. എല്ലാവരുടെയും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഐലൻഡ് വിട്ടുപോകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫെയർവെൽ എന്നുള്ള രീതിക്ക് അവരെല്ലാവരും റെസ്റ്റോറന്റിൽ ഒത്തുകൂടും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ വരണം എന്ന് വില്ലേജ് ഹെഡ് അവരെ ഓർമ്മിപ്പിക്കും. ട്രെയിനിങ് കഴിയുമ്പോൾ ഇയാളെ മെയിൻലാൻഡിലേക്ക് തിരിച്ചു പോകുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു. അന്നേരം എൻ്റെ ഹാർട്ട് ബ്രേക്ക് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് സീരിയസ് അല്ലാന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരുപാട് റീസൺസ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. നമ്മൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ജംഗ്സൂൺ ഡോക്ടർ യങ്ങിൻ്റെ അടുത്ത് പറയും. അവൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ക്ലിനിക്കിൽ നഴ്സിനെ ആവശ്യമുണ്ടെന്ന് അഡ്വർടൈസ്മെന്റ് കണ്ട് ജംഗ്സൂൺ അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഡോക്ടർ യങ്ങിന് സന്തോഷമാവും. ചിയോണിന്റെ ട്രെയിനിങ് ആണ് ആദ്യം അവസാനിക്കുന്നത്.
അടുത്തത് ഡോജിയുടെ ഊഴമാണ്. പക്ഷെ അവൻ പോകാൻ കൂട്ടാക്കുന്നില്ല. അത് ഹാരി കാരണമാണ്. എല്ലാ ദിവസവും അവൻ പോയിട്ട് അവന്റെ അപ്പോയിന്റ്മെന്റ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ലെന്ന് അറിയാലോ എന്ന് മെയിൻ നേഴ്സ് ഹാരി അടുത്ത് പറയും. അന്നേരമാണ് അവൾ അത് അറിയുന്നത്. നീ എന്തുകൊണ്ടാണ് മെയിൻലാൻഡിലേക്ക് തിരിച്ചു പോകാത്തത്? ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഓരോരുത്തരെ കാണുമ്പോഴും ആ വീട്ടിൽ താമസിക്കുമ്പോഴും എല്ലാം നീ നിന്റെ അമ്മൂമ്മയെ എപ്പോഴും ഓർത്തോണ്ടേയിരിക്കും. ഒരിക്കലും ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല. ഇവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ആ സങ്കടം കുറഞ്ഞു നിൽക്കും. നിനക്ക് മെയിൻലാൻഡിലെ ഹോസ്പിറ്റലിൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മിര എത്രമാത്രം സന്തോഷിച്ചു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ നല്ല രീതിക്ക് അവിടെ പോയി ജീവിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ട് മെയിൻലാൻഡിലേക്ക് തിരിച്ചു പോകണമെന്ന് മെയിൻ നേഴ്സ് ഹാരി അടുത്ത് പറയും. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും പണ്ടത്തെ പോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. നിന്നെ സ്വീകരിക്കാൻ ഒരു വീടും ഈ ഐലൻഡിലെ മുഴുവൻ ആളുകളും ഉണ്ടെന്ന് നിനക്ക് എപ്പോഴും ഓർമ്മ വേണമെന്ന് ഹെഡ് നേഴ്സ് അവളോട് പറയും. അങ്ങനെ ഹാരി വീട്ടിൽ വന്നെല്ലാം പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അന്നേരം അമ്മൂമ്മയുടെ ഫോൺ കാണും. നോക്കുമ്പോൾ അതിൽ മുഴുവൻ അവളുടെ ഫോട്ടോസ് ആണ്. അവൾ പതുക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അന്നേരം ഒരു വീഡിയോ കാണും. അമ്മൂമ്മ ഫോട്ടോ എടുക്കാൻ പോയ ദിവസത്തെയാണ്. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? കൂടെ വരാൻ ആരും ഇല്ലായിരുന്നു എന്ന് ഫോട്ടോഗ്രാഫർ ചോദിക്കുമ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കൊച്ചുമോളുണ്ടെന്നാണ് അമ്മൂമ്മ പറയുന്നത്. പിന്നെന്താ ആ കുട്ടിയും കൂടി വരാഞ്ഞതെന്ന് ഫോട്ടോഗ്രാഫർ ചോദിക്കും. അതിനാണ് ഇങ്ങനെ സങ്കടമുള്ള സ്ഥലത്തേക്ക് അവളെ കൊണ്ടുവരുന്നത്. ഇത് കണ്ട അവൾ കരയുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ സന്തോഷത്തോടു കൂടി മാത്രം എൻ്റെ ഹാരി കണ്ടാൽ മതി. എൻ്റെ ഹാരി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവളെ ലൈഫ് ലോങ് അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതുപോലെ അവളെ സ്നേഹിക്കുന്ന ഒരാളെ അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അമ്മൂമ്മ ഫോട്ടോഗ്രാഫറുടെ അടുത്ത് പറയും. ഇതെല്ലാം കണ്ട ഹാരി ഇമോഷണൽ ആവും. അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലെ ലൈഫിലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ അവൾ തീരുമാനിക്കും. മെയിൻലാൻഡിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനം ഹാരി ഡോജിയെ അറിയിക്കും. അവനും അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാതെ അടുത്തത് എവിടെയാണോ അസൈൻമെന്റ് കിട്ടുന്നത് അവിടെ പോകണമെന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇയാളെ മിസ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് അവൻ തിരിച്ചു ചോദിക്കും. ഒരു ഐലൻഡിൽ അല്ലാത്തടത്തോളം നമുക്ക് പരസ്പരം കാണുന്നതിന് യാതൊരു തടസ്സവും ഇല്ലല്ലോ എന്ന് ഡോജിയെ അവൾ ഓർമ്മിപ്പിക്കും. ഡോജിയുടെ അടുത്ത അസൈൻമെന്റ് ഒരു പ്രിസണിലാണ്. അവിടേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അവൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്.